രണ്ട് കൈ ഉപയോഗിച്ച് മൊബൈൽ ഉപയോഗിക്കുന്ന കാലമൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ. മിക്ക ആളുകളും ഇപ്പോൾ വൺ ഹാൻഡ് യൂസ് ആയാണ് മൊബൈൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഫോണും ഏറെക്കുറെ എല്ലാ ആപ്ലിക്കേഷനും വൺ ഹാൻഡ് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടതാണ് ഈ വീഡിയോ. ഇന്നും അതുപോലുള്ള ഒരു കാര്യം പറയാവേ. നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഫോണിലെ നാവിഗേഷൻ ബട്ടൺ ആണിത്. ഒന്ന് ബാക്ക് ബട്ടൺ, ഒന്ന് ഹോം ബട്ടൺ, മറ്റൊന്ന് റീസെന്റ് ആപ്പ് ബട്ടൺ. ഇനി ഈ ബട്ടൺ ഉപയോഗിക്കുന്നതിന് പകരം ജസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഈസിയായി വൺ ഹാൻഡ് മോഡ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. അതിന് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് വൺ എന്ന് സെർച്ച് ചെയ്താൽ വൺ ഹാൻഡ് മോഡ് എന്ന ഓപ്ഷൻ കാണാം. അത് ഓപ്പൺ ചെയ്ത് എനേബിൾ ചെയ്യുക. ഇനി സിസ്റ്റം നാവിഗേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അവിടെ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന് ബട്ടൺ, മറ്റൊന്ന് ജസ്റ്റർ. ബട്ടൺ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ താഴത്തെ നാവിഗേഷൻ ബട്ടണാണ്. ഇനി ബട്ടന് പകരം നമ്മൾ ജസ്റ്ററാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ഇത് ഒരുപാട് ആളുകൾ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയത്തും ഉണ്ടാവില്ല. ഒരു കാര്യം ഉറപ്പാണ്, ജസ്റ്റർ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങളത് മാറ്റത്തേ ഇല്ല. ഇനി നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്താൽ ഇവിടെ അതെന്താണെന്നുള്ള ഒരു ട്യൂട്ടോറിയൽ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ഹോം ബട്ടൺ ഉപയോഗിക്കുന്നതിന് പകരമാണ്. താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ മാത്രം മതി. ഇതാ ഇങ്ങനെ. ഓക്കെ. ഇനി അടുത്തത് റീസെന്റ് ടാസ്ക് കാണാനാണ്. അതിന് ജസ്റ്റ് താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ദാ ഇപ്പോൾ റീസെന്റ് ടാസ്ക് കാണാം. ഇനി അടുത്തത് ബാക്ക് ആക്ഷൻ ആണ്. അതിന് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക. അപ്പോൾ ഒരു ബാക്ക് സൈൻ അവിടെ വരുന്നുണ്ട്. അപ്പോൾ പ്രീവിയസ് പേജിലേക്ക് പോകും. അതുപോലെ അടുത്തതും ബാക്ക് ആക്ഷൻ ആണ്. അതിന് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്യുക. ഓക്കെ, അതും റെഡിയായി. അങ്ങനെ ട്യൂട്ടോറിയൽ കഴിഞ്ഞു. ഇനി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. ഫേസ്ബുക്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പൊ ഹോം ബട്ടൺ വർക്കായി. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് റീസെന്റ് ടാസ്ക് കാണാനാണ്. അതിന് ജസ്റ്റ് താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക. ഇനി ബാക്ക് നോക്കാം. വളരെ സിമ്പിൾ അല്ലേ? ഇതിപ്പോൾ ഉപയോഗിക്കുന്നവർക്ക് എത്ര സിമ്പിൾ ആണെന്ന് അറിയാം. ഇനിയും ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് എനേബിൾ ചെയ്ത് നോക്കൂട്ടോ.